പ്രതീക്ഷ ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചത്, ഒരു ഭൂരിപക്ഷം ഞാൻ എന്നാണ് പ്രകടിപ്പിച്ചതെന്ന് ഞാനിപ്പോൾ പറഞ്ഞാൽ കേരളത്തിന് ഈ തള്ള് മാത്രം പരിചയമുള്ളൂ. കാരണം ഇവിടെ ഉള്ളവരെല്ലാം തള്ളുകാരായിപ്പോയി. എനിക്ക് ആ ഗണത്തിൽപ്പെടാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ പറയില്ല. അത് നിങ്ങൾ അവിടുത്തെ നേതാക്കന്മാരോട് ചോദിക്കുക. 2023 മാർച്ചിൽ പറഞ്ഞിട്ടുണ്ട്. ആ എണ്ണത്തിനടുത്തെത്തിയിട്ടുണ്ട്. എണ്ണം എത്തിയിട്ടില്ല. ഒരിക്കലും നിങ്ങൾ മാൻഡേറ്റിനെ അവഹേളിക്കരുത്. അവഹേളിക്കലാണത്. കാരണം മനുഷ്യരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതിലെന്താ മനുഷ്യരില്ല? ഇല്ലില്ല, ഒരിക്കലുമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലേക്ക് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലെ ചില അവജ്ഞ കലർന്ന ചില ചാനലുകളിൽ ഡെലിബറേഷൻസ് ഞാൻ കണ്ടതാണ്, കേട്ടതാണ്. നിൽക്കൂ. ഇടതും വലതും ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അരാഷ്ട്രീയം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന, അല്ലെങ്കിൽ ഒരു മലിന പേരിട്ട് വിളിക്കുന്ന അരാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഇനി കേരളത്തിലെ മനുഷ്യർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അത് മറ്റ് 19 മണ്ഡലത്തിലും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ പറയുന്ന 19,000 ചില്ലുവാനം വാർഡുകളിലും കൗൺസിലുകളിലും ഇതിൻ്റെ അലയടി ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, ഇനി അങ്ങനെയുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾക്കാര് വന്നാൽ ഗുണമുണ്ടാകും എന്ന് പറയുന്ന അന്വേഷണം ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ നിശ്ചയത്തിലേക്ക് പോകുന്ന ചിന്ത അതായിരിക്കും ആദ്യം. ഇല്ല, ഞാൻ അത് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ വിളിച്ച് പറഞ്ഞതാണ്. ഞാൻ ഞാൻ എൻ്റെ 2 നേതാക്കളോടും ആവശ്യപ്പെടാൻ എനിക്ക് അവകാശമില്ല. കാരണം ഞാനിപ്പോൾ പാർട്ടിയുടെയും കൂടെ സ്വത്താണ്. ഇല്ലില്ല, നിർമ്മലാ സീതാരാമൻജി വിളിച്ചിരുന്നു. പ്രധാനമന്ത്രി ഇപ്പോൾ വിളിക്കത്തില്ല. അത് നാളെ ഫൈനൽ. ഇല്ല, ഞാൻ ട്രിവാൻഡ്രത്തെ ഇപ്പോഴും പരിലാളിക്കുന്ന ആളാണ്. എൻ്റെ ജന്മദേശം എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഞാൻ എയിംസിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതെവിടെ വരുമെന്ന് നോക്കിക്കോളൂ. അപ്പം നിങ്ങൾക്ക് എനിക്ക് പ്രാദേശികത ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയത്തില്ല. അത് ഞാൻ നാളെ ഇൻഡിഗോയ്ക്ക് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജാവ്ദേക്കർ ജി വന്നിട്ട് പറഞ്ഞു അത് ഞങ്ങൾ തീരുമാനിക്കുന്ന മാർഗത്തിൽ പോകണം എന്ന് അറിയിച്ചിട്ട് പോയി. അദ്ദേഹം അറിയിക്കും. ഞാൻ ഇലക്ഷൻ്റെ സമയത്തും പറഞ്ഞു, എൻ്റെ മുമ്പിൽ ഇടതും വലതും ഇല്ല, എൻ്റെ മുമ്പിൽ ശത്രുക്കളില്ല, എൻ്റെ കൂടെ സ്ഥാനാർത്ഥികൾ അവരേ ഉള്ളൂ. എനിക്ക് മുന്നിൽ ഇടത് വോട്ടേഴ്സ് ഇല്ല, വലത് വോട്ടേഴ്സ് ഇല്ല. അതാ പറഞ്ഞ. അപ്പൊ പറഞ്ഞോട്ടെ. ഇന്നലത്തെയും മെനിഞ്ഞാന്നത്തെയും അദ്ദേഹത്തിൻ്റെ ചില ക്രൗര്യം നിറഞ്ഞ വാക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇനി ഞാൻ അദ്ദേഹത്തെ ചേട്ടൻ എന്ന് വിളിക്കില്ല. അദ്ദേഹമിനി ശ്രീ കെ മുരളീധരനാണ്. അദ്ദേഹം വന്നിറങ്ങിയ ദിവസം പിറ്റേന്ന് നിങ്ങൾ പത്രക്കാരെന്താ എൻ്റെ അടുത്ത് ചോദിച്ച റിപ്പോർട്ടറും മനോരമയും ഏഷ്യാനെറ്റും എല്ലാവരും ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് പോലും പോയില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത്. ഞാൻ പറഞ്ഞു 10ാമത്തെ സ്ഥാനത്തേക്ക് പൊയ്ക്കോട്ടെ, അതിനെന്താ? ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് നിന്നത്, ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല. എനിക്ക് നന്നായിട്ടറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ 2 കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ വോട്ടല്ല അത്. എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ പാർട്ടിക്കും അത് നന്നായിട്ടറിയാം. അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് എന്താ സാധ്യമായിരിക്കും. അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും മാരാർജിക്കും മുകുന്ദേട്ടനും
800 ചില്ലുവാനും കുടുംബങ്ങൾ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്നുണ്ട്, രക്തസാക്ഷികളുടെ. അവർക്ക് ഞാൻ ഈ വിജയം സമർപ്പിക്കുന്നു. ഞാനത് എന്താണെന്ന് പറയുക, ഇടയ്ക്ക് കയറ്റി പറഞ്ഞു അല്ല, ഞാൻ ഇടയ്ക്ക് കയറ്റി പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് മുറിച്ചു കളയും. ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയാത്തത് ഒരു പൂർണ്ണമായ രാഷ്ട്രീയക്കാരനല്ലാത്ത സിനിമാ താരത്തിലൂടെ കേരളീയത്തിന് അറിയുന്ന ഒരാൾക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിക്കുന്നില്ല. ഒരു സിനിമാ താരമായ ഒരിക്കലും അങ്ങനെ പറയരുത്. കേരളത്തിന് പരിചയം എന്നാണ് ഉദ്ദേശിച്ചത്, ഇപ്പോഴല്ല. ആ പരിചയം 19-ലില്ലായിരുന്നു, 21-ലില്ലായിരുന്നു. അന്ന് ഞാൻ MP അല്ലേ. ആ പരിചയമല്ല. ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി ഒരു താരത്തിനും ഒരു വ്യക്തിക്കും അപ്പുറം അവരുടെ കാര്യങ്ങളിലേക്കുള്ള പ്രാപ്തി എവിടെ എന്ന് പറയുന്ന അന്വേഷണം അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പ്രാപ്തി അവരൊരു ഒരു ഇൻറ്റ്യൂഷൻ പോലെ കണ്ടെത്തി. എല്ലാ 5 വർഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ ഈ 5 വർഷം ശ്രമിക്കുന്നു. തൃശ്ശൂർ ഞാൻ ഇപ്പോഴും എടുത്തിട്ടില്ല. തൃശ്ശൂർ അവരെനിക്ക് തന്നു, അത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി ഞാൻ അതെടുത്ത് തലയിൽ വയ്ക്കും. ഞാൻ എന്ത് കിരീടമാണോ ലൂർദ് മാതാവിന് കൊടുത്തത്, അതേ ഡിസ്ക്രിപ്റ്റിലുള്ള അതേ നറേറ്റീവിലുള്ള ഒരു കിരീടമായിട്ട് തൃശ്ശൂരിനെ ഞാൻ എൻ്റെ തലയിലെടുത്ത് വയ്ക്കും. നെറ്റിപ്പട്ടം കെട്ടി തിടം വെച്ച് ഞാൻ കൊണ്ട് നടക്കും.